തന്റെ ടീമിനായി ഏതറ്റം വരെയും പോവുകയും ഏത് പ്രതിസന്ധിയും നേരിടുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിക്കറ്റിൽ ഒരു നായകൻ ജനിക്കുന്നത്. ഇത്തരത്തിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ എല്ലാ പ്രതിസന്ധികൾക്കുമെതിരെ ഉയർന്നുവന്ന ഒരു നായകനായിരുന്നു ശ്രേയസ്. ഡൽഹി ടീമിലൂടെ IPLലെത്തിയ ശ്രേയസ് അയ്യർ ഇപ്പോൾ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച നായകനായാണ് നിൽക്കുന്നത്. 2024 കൊൽക്കത്ത ടീമിനെ വിജയകരമായി നയിച്ച അയ്യർ 2025 പഞ്ചാബ് കിങ്സിന്റെ നായകനായി നിലവിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ശ്രേയസ് അയ്യരുടെ ക്രിക്കറ്റിലേക്കുള്ള നാൾവഴികളാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. 1994 ഡിസംബർ 6 ബോംബെയിലെ ചെമ്പൂരാണ് ശ്രേയസ് ജനിക്കുന്നത്. സന്തോഷ് അയ്യരുടെയും രോഹിണി അയ്യരുടെയും മകനായിരുന്നു ശ്രേയസിന്റെ ജനനം. ശേഷം ക്രിക്കറ്റിന്റെ സ്വപ്നം കണ്ട ഒരു ചെറുപ്പകാലമാണ് ശ്രേയസിനുണ്ടായിരുന്നത്. തന്റെ 18ാം വയസ്സിൽ പ്രവീൺ ആംബ്രയോടൊപ്പം പരിശീലനത്തിലേർപ്പെടാനുള്ള അവസരം ശ്രേയസിന് ലഭിച്ചിരുന്നു. ബാറ്റിംഗിലുള്ള അവന്റെ കഴിവ് വ്യക്തമായ സഹപാഠികൾ ശ്രേയസിനെ ഇന്ത്യയുടെ വെടിക്കെട്ട് ഓപ്പണറായ വീരേന്ദ്ര സെവാഗിനോടാണ് ഉപമിച്ചത്. പോഡാർ കോളേജിൽ തന്റെ ബിരുദ സമയത്ത് കോളേജ് ടീമിനെ 6 തവണ കിരീടം ചൂടിച്ച നായകനായിരുന്നു ശ്രേയസ്. ശേഷം 2014 ട്രെൻബ്രിഡ്ജ് ക്രിക്കറ്റ് ടീമിന് വേണ്ടി അണിനിരക്കാനും മികവ് പുലർത്താനും അയ്യർക്ക് സാധിച്ചിരുന്നു. ഇതോടുകൂടി അയ്യർ ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് നടന്നു കയറുകയായിരുന്നു. 2014 വിജയ് ഹസാരെ ട്രോഫിയിലൂടെയായിരുന്നു ശ്രേയസ് അയ്യർ തന്റെ ലിസ്റ്റ് A അരങ്ങേറ്റം കുറിച്ചത്. ടൂർണമെന്റിൽ 54.6 എന്ന ശരാശരിയിൽ 273 റൺസ് സ്വന്തമാക്കാൻ അയ്യർക്ക് സാധിച്ചു. ശേഷം 2014-15 രഞ്ജി ട്രോഫി സീസണിൽ തന്റെ ഫസ്റ്റ് ക്ലാസ് അരങ്ങേറ്റം കുറിക്കാനും മികവ് പുലർത്താനും താരത്തിന് കഴിഞ്ഞു. ഇങ്ങനെയാണ് താരം ഇന്ത്യയുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് ടീമിലേക്ക് എത്തുന്നത്. 2017 നവംബർ മാസത്തിൽ ന്യൂസിലാൻഡിനെതിരെ തന്റെ 2020 അരങ്ങേറ്റം കുറിക്കാനും 2017 ഡിസംബറിൽ ശ്രീലങ്കയ്ക്കെതിരെ ഏകദിന അരങ്ങേറ്റം കുറിക്കാനും ശ്രേയസ് അയ്യർക്ക് സാധിച്ചു. ഇതിനിടെ 2015 IPLൽ ഡൽഹി ഡെയർ ഡെവിൾസ് ടീമിന്റെ താരമായി അയ്യർ എത്തിയത്. 2.6 കോടി രൂപയ്ക്കാണ് 2015 സീസണിൽ ഡൽഹി ശ്രേയസിനെ സ്വന്തമാക്കിയത്. ആ സീസണിൽ 14 മത്സരങ്ങളിൽ 439 റൺസ് സ്വന്തമാക്കി എമർജിംഗ് പ്ലെയറായി അയ്യർ മാറി. ശേഷം അടുത്തുള്ള വർഷങ്ങളിൽ ഡൽഹി ശ്രേയസിനെ നിലനിർത്തുകയായിരുന്നു. 2018 ഡൽഹി ശ്രേയസിനെ തങ്ങളുടെ നായകനായി നിശ്ചയിച്ചു. 2020 ഡൽഹിയെ ഫൈനലിൽ എത്തിക്കാൻ ശ്രേയസിന് സാധിച്ചു. പിന്നീട് 2024 ശ്രേയസ് എന്ന നായകന്റെ യഥാർത്ഥ കഴിവ് ക്രിക്കറ്റ് ലോകം കണ്ടത്. കൊൽക്കത്ത ടീമിനെ കൃത്യമായി നയിച്ച് കിരീടം വാങ്ങി നൽകാൻ അയ്യർക്ക് കഴിഞ്ഞു. ശേഷം ഇപ്പോൾ 2025 പഞ്ചാബ് ടീമിനായും അയ്യർ നിറഞ്ഞാടി. ഇന്ത്യൻ ടീമിനായി 14 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് 811 റൺസും 70 ഏകദിന മത്സരങ്ങളിൽ നിന്ന് 2845 റൺസും 51 2020 മത്സരങ്ങളിൽ നിന്ന് 1104 റൺസുമാണ് ഈ വെടിക്കെട്ട് താരം സ്വന്തമാക്കിയിരിക്കുന്നത്. ഭാവിയിൽ ഇന്ത്യൻ നായകനായി മാറാനുള്ള എല്ലാ കഴിവുമുള്ള താരമാണ് താനെന്ന് ശ്രേയസ് അയ്യർ ഇതിനോടകം ലോക ക്രിക്കറ്റിനെ ബോധിപ്പിച്ചു കഴിഞ്ഞു. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.